ഭക്തിതാ ജഗദംബേ പ്രേമം താ ജഗദംബേ അംബേ ജഗദംബേ 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 അംബേ ജഗദംബേ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ വിശ്വാസം തന്നെ രക്ഷിക്കൂ ജഗദംബേ ഭക്തി താ ജഗദംബേ പ്രേമം താ ജഗദംബേ പ്രേമസ്വരൂപികളും ആത്മസ്വരൂപികളായിരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ധ്യാനാത്മകമായ ഒരു മനസ്സ് സൃഷ്ടിക്കാൻ കഴിഞ്ഞാൽ അതിൽ നിന്നുടലെടുക്കുന്ന വാക്കുകളും പ്രവൃത്തികളും നന്മ നിറഞ്ഞതായിരിക്കും. ഇന്ന് സമൂഹത്തിലെ പല പ്രശ്നങ്ങളിലും തുടങ്ങുന്നത് തെറ്റായ വാക്കുകളിൽ നിന്നാണ്. ജലനിരപ്പിനൊരു പരിധിയുണ്ട്. ഇപ്പം നദിക്കായാലും സമുദ്രത്തിനായാലും നിരപ്പിനൊരു പരിധിയുണ്ട്. ആ പരിധി വിട്ടാൽ അത് മറ്റുള്ളവർക്ക് നാശമുണ്ടാക്കും. അതുപോലെ വാക്കുകൾക്കും ഒരു പരിധിയുണ്ട്. ആ പരിധി ലംഘിച്ചാൽ വാക്കുകൾ സർവനാശം തന്നെ വരുത്തി വയ്ക്കും. വാക്കുകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് ഉപയോഗിക്കേണ്ടത്. ഇത് പറയുമ്പോൾ അമ്മ ഒരു കഥ ഓർക്കുകയാണ്. ഒരു രാജാവ്, അവിടെ ആര് വന്നാലും ഭക്ഷണം ഫ്രീ ആണ്. പക്ഷേ സന്യാസികളോ ബ്രഹ്മചാരികളോ വന്നാൽ രാജാവ് തന്നെ അവർക്ക് പോയി വിളമ്പി കൊടുക്കും. അപ്പം ഒരു ദിവസം രാജാവ് വിളമ്പി കൊടുത്ത് കുറച്ച് കഴിച്ചു കഴിഞ്ഞുടനെ കുറച്ച് പേർക്ക് വയറ്റിളക്കം വന്നു. ബലണ്ണപ്പെട്ടവർ മരിക്കുകയും ചെയ്തു. ബാക്കിയുള്ളവർക്കൊക്കെ അസുഖമായി. ഇദ്ദേഹത്തിന് വല്ലാത്ത വിഷമമായി. കാരണം ഇവർക്ക് വേണ്ട ഭക്ഷണം രാജാവ് വളരെ ശ്രദ്ധയിൽ സെപ്പറേറ്റാണ് പാചകം ചെയ്യുന്നത്. ബ്രഹ്മചാരികൾക്കൊക്കെ വേണ്ട ഭക്ഷണം അപ്പോൾ അടച്ചു തന്നെയാണ് വെച്ചത്. പിന്നെ ഇത് എൻ്റെ കൈ കൊണ്ട് ഇങ്ങനെ ഇത്ര പേർക്ക് കഷ്ടം വന്നില്ലേ? രാജാവ് വളരെ ദുഃഖമായി. മുറിക്കകത്ത് കയറിയിട്ട് ഒന്നും കഴിക്കാതെ മുറിയടച്ചിരിക്കുകയാണ്. ഞാൻ പാപം ചെയ്തോ എൻ്റെ കയ്യാൽ ഇങ്ങനെ വന്നല്ലോ, ജീവിക്കണോ മരിക്കണോ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു തെറ്റ് ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന പോലെ അല്ലല്ലോ ഇത്. ഇങ്ങനെ മരിച്ചില്ലേ, അതും സാധകരായിട്ടുള്ളവരെ. അങ്ങനെ ഇരിക്കുമ്പോൾ യമദേവൻ വരികയാണ്. എങ്ങനെയാണ് ഇത് സംഭവിച്ച ഈ ഹാളെന്ന് പറഞ്ഞാൽ 30 അടി പൊക്കമുള്ളൊരു ഹാളാണ്. ഓടുമേഞ്ഞ ഹാളാണ്. അപ്പോൾ ഒരു ഗരുഡൻ ഒരു പാമ്പിനെയും കൊത്തിക്കൊണ്ടുവന്ന് ഈ ഹാളിൻ്റെ മുകളിൽ വെച്ച് കൊത്തി ഒരു പകുതി ചത്ത് കാണും. അത് പടഞ്ഞ് ഓടിൻ്റെ ഉള്ളിലേക്ക് കയറി. അപ്പോൾ ഗരുഡന് പിന്നെ കൊത്തിയെടുക്കാൻ പറ്റുന്നില്ല. ഓടിൻ്റെ ഉള്ളിലേക്ക് പടഞ്ഞ് ആ ഹാളിന് നടുക്കായിട്ടൊരു തടിയുണ്ട്. ആ തടിയുടെ പുറത്തേക്ക് വീണു. അപ്പോൾ പാമ്പിൻ്റെ തലഭാഗം കീഴും വാലും ആ തടി ചുറ്റി പിടിച്ചിരുന്നു. ഈ സമയത്താണ് ഈ ബ്രഹ്മചാരികൾക്ക് രാജാവ് ഭക്ഷണം വിളമ്പാൻ തുടങ്ങിയത്. അപ്പം അതിൻ്റെ നേരെ കീഴിലായിരുന്നു ഈ പാത്രം ഇരുന്നത്. പാത്രം ഓരോന്നും തുറന്ന് വെച്ചിട്ട് മറ്റേലേക്ക് പകർത്തുന്ന സമയത്ത് ഈ പാമ്പിൻ്റെ വായിന്ന് ഈ ഭക്ഷണത്തിലേക്ക് വിഷാംശം വീണു. രാജാവ് ഇതൊന്നും കണ്ടില്ലല്ലോ. രാജാവ് അപ്പം തുറന്ന് ഉടനെ വിളമ്പി എടുത്തുകൊണ്ട് വന്നു കൊടുത്തു. അപ്പം യമദേവൻ നോക്കുമ്പോൾ ഇങ്ങനെയാണ് മനസ്സിലായത്, ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം ഗരുഡനെ ശിക്ഷിക്കാൻ നോക്കുമോ? ഒക്കെയില്ല.
ഗരുഡൻ്റെ ഭക്ഷണമാണ് പാമ്പ്. ഒന്നിൻ്റെ ദുഃഖം ഒന്നിൻ്റെ സന്തോഷമാണെന്ന് പറയല്ലോ. പാമ്പിനെ ശിക്ഷിക്കാൻ പറ്റുമോ? അത് നിരപരാധിയാണ്. ഗരുഡനും നിരപരാധിയാണ്. രാജാവിനെ ശിക്ഷിക്കാൻ പറ്റുമോ? അദ്ദേഹം ജനങ്ങൾക്ക് ദാനം ചെയ്യാൻ വേണ്ടി പാചകം എല്ലാം അടച്ചു വെച്ച് ചെയ്ത് ആ സമയത്ത് തുറന്നേ ഉള്ളൂ. ഇങ്ങനൊരു എണ്ണം വന്നു വീഴുമെന്നുള്ള അദ്ദേഹം ചിന്തിച്ചില്ല. തുറന്ന നിമിഷത്തിൽ തന്നെ തെറ്റ് വീണ് അതിനകത്തോട്ട് വീണിട്ട് വേണതാണ്. അപ്പം രാജാവിനെയും ശിക്ഷിക്കാൻ പറ്റിയില്ല. അപ്പോൾ യമദേവൻ ഇങ്ങനെ ആരെയാണ് ശിക്ഷിക്കേണ്ടത്, ഇതിന് ശിക്ഷ വരേണ്ട എങ്ങനെയാണ് അങ്ങനെ ചിന്തിച്ച് അവിടെ തിരിക്കുമ്പോൾ അടുത്തൊരു കടയുണ്ടായിരുന്നു. ആൾക്കാർ വന്നിട്ട് രാജാവിൻ്റെ സത്രം എവിടെയാണെന്ന് ചോദിച്ചുകൊണ്ട് വരിക. ആ കടയിലെ സ്ത്രീ പറഞ്ഞു, അയ്യോ അങ്ങോട്ട് പോകല്ലേ, ആ രാജാവ് വരുന്നവരെയെല്ലാം വിഷം കൊടുത്ത് കൊല്ലുന്ന രാജാവാണ്, അവിടെ അങ്ങോട്ട് പോകല്ലേ എന്ന് പറഞ്ഞു. യമദേവൻ ഇത് കേൾക്കാനിടയായി. അപ്പോൾ ആരാണ് ശിക്ഷിക്കേണ്ടതെന്ന് യമദേവൻ ശിക്ഷിക്കാൻ, ഈ സ്ത്രീക്കാണ് ശിക്ഷ കൊടുക്കേണ്ടത്. കാര്യം അറിയാതെ അന്വേഷിക്കാതെ, എങ്ങനെ സംഭവം അന്വേഷിക്കാതെ ആ രാജാവിനെ കുറ്റക്കാരനാക്കിയില്ലേ. ഈ കഥയിലെ സ്ത്രീ സംസാരിക്കുന്ന മുമ്പായിട്ട് സത്യം അന്വേഷിക്കാൻ ശ്രമിച്ചില്ല. അതിപ്പോൾ സ്ത്രീ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെല്ലാം അങ്ങനെ ഒന്നല്ല, കൃപയ്ക്ക് നമ്മളിൽ നല്ല വാക്കുകൾ പ്രവൃത്തികളൊക്കെ വേണമെന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ പരമാവധി ശ്രമിക്കണം. തെറ്റുകളുണ്ടായി ചൂണ്ടണ്ടെന്ന് പറയുന്നില്ല, പക്ഷെ ഒരു കാര്യങ്ങൾ അറിയാതെ, സത്യം എന്നറിയാതെ ഒരാളെ കുറ്റപ്പെടുത്തുന്നതും വിധി എഴുതുന്നതും തെറ്റാണ്. അവൻ പാപിയാണ്, പാപം ചെയ്തവനാണ് എന്ന് പറയുന്നവൻ തന്നെയാണ് പാപി. വാക്ക് അച്ചുപോലാണ്. ഒരു അച്ഛന് കേട് വന്നാൽ അതുകൊണ്ടുണ്ടാക്കുന്നതെല്ലാം വിരൂപമായിരിക്കും. ഇപ്പം ചെരുപ്പുണ്ടാക്കുന്നതാകട്ടെ, അല്ലെ വിഗ്രഹം ഉണ്ടാക്കുന്നതാകട്ടെ, ആ അച്ഛന് കേട് വന്നാൽ എവിടെയെങ്കിലും പൊട്ടിപ്പേപ്പിന് ഉണ്ടാക്കുന്നതൊക്കെ അതുപോലെ വിരൂപമായിരിക്കും. അതുകൊണ്ടാണ് വാക്കുകൾ ശ്രദ്ധിച്ച് പറയണമെന്ന് പറയാൻ. സംസാരിക്കുമ്പോൾ മുമ്പായിട്ട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. മനസ്സ് നിയന്ത്രണത്തിലായ വാക്കുകൾ നിയന്ത്രണത്തിലാകും. മനസ്സിൻ്റെ ആരോഗ്യമാണ് സന്തോഷത്തിൻ്റെ അടിത്തറ. നമുക്കൊരു വീടോ കാറോ മറ്റു സാധനങ്ങളോ സ്വന്തമായോ ഉണ്ടെങ്കിൽ അവയ്ക്ക് കാലാകാലം മെയിൻ്റനൻസ് വേണമെന്ന് നമുക്കറിയാം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ അവയൊന്നും പരമാവധി പ്രയോജനപ്പെടുത്താൻ കഴിയാതെ വരും. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഏറ്റവും വിലപ്പെട്ട ആന്തരിക ഉപകരണമായ നമ്മുടെ മനസ്സിന് സമയാസമയം മെയിൻ്റനൻസ് വേണ്ടതല്ലേ. മനസ്സിൽ നടത്തേണ്ട മെയിൻ്റനൻസ് എന്താണ്? നമ്മുടെ ചിന്തകളെയും പ്രതീക്ഷകളെയും നിരീക്ഷിച്ച് ചിന്തകളെ തള്ളുകയും നല്ല ചിന്തകളെ പോഷിപ്പിക്കുകയും ചെയ്യണം.
കര കാണാത്തൊരു കരുണ അലയിളകും നൻപിൻ പെരുമാ നിലയറിയാത്ത നേതാന്ത നിയോഗം നിലയറിയാത്ത നേതാന്ത നിയോഗം അറിയുകയൻ ഗുരുവേ. Ma always says that the key to spiritual advancement is awareness or witnessing, you can say. Sakshi. Recently there was a talk on this topic, Sakshi. Sarva Sakshi, Kamakshi, Meenakshi, Vishalakshi, Sarva Sakshi. It all means Sakshi, witness. That's the key. Even when we meditate on Amma, we are a Sakshi. Amma's image is there and we are looking at her. So we are witnessing. So when we are able to witness every thought, word and deed, try to be aware of normal acts, just normal things like such as walking, eating, showering, talking, etc. We do this every day, every moment. But slight modification. Replace walking with I am walking. Do you ever feel that? Do you ever think of that? I am walking, I am eating, I am talking. So replace just walking with I am. So the awareness I am is important. The mind and emotions, of course, they will bring up bad words, hurtful words. You will have tremendous pressure to blot them out. And that's what happens most of the times. There are two factors. One is response and one is reaction. And most of us are, inclined to reaction. It just happens. We don't respond. Some years back, I was traveling from Mumbai to Baroda in a train, and just opposite my seat there was a gentleman, old man, but I didn't see him sitting still even for a moment, almost the entire journey except when he was sleeping. And he only had a small briefcase, nothing else. He would push it under his seat, and just 2 minutes after he pulls it out, opens it, and there wasn't much in it, just his clothes and maybe something else. But then he simply goes through, closes it, puts it back, and then he stands up, straightens his pants, and then he looks around. That's also reaction. It's like, eating food whenever you see food. Hunger is a natural thing. That's why, whatever Amma do is just a response. It's not a reaction. The need of the hour. There is no thinking, there is no planning. It's pure response, and response is almost always spontaneous. Amma says the light of awareness that shines on your negative emotions will prevent you from expressing it. So you have to practice it. Everything is abhyasa. Without abhyasa, nothing is possible. And this abhyasa and vairagya, this detachment and practice, it's constantly happening in our life. We are not aware of that. Suppose when we shift our house from one city to another, our residence from one city to another, what are we doing? We are being uprooted from one place and we are being planted to another place, right? And what do? Do we cling on to that house and that neighborhood?
No. We become detached. And we also practice every day. If you take, every aspect of your life, all the activities, you practiced it. Cooking, you practiced. Singing, you practiced. While studying, you practiced everything. And even suppose, these arranged marriages, this is not the practice today, but long time back. Two strangers meeting. And there was a practice. Mostly the girl is being transferred to another place, an entirely strange atmosphere, strange people. So, it's all awareness, it's all determination, it's all practice. So, whatever you want to express, thoughts will come, emotions will come, reactions will come, but let it remain in the thought level. Thoughts will be there. Are we able to keep these things at least in the thought level? We will process it later. As Amma says, a pause will tremendously help. Tell the person who hurt or criticized you, okay, you hurt me, you insulted me, or you criticized me. Please give me 2 hours, or 6 hours, or a day to think about this, to contemplate on it. And I will accept if I realize the criticism you raised against me is true, else I will give it back to you. Can we at least say that much? Then we will be able to catch them the moment they show up, the moment they surface. You will realize, oh, I'm going to say something bad, something hurtful.